ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സഫ ഫുഡ് ലാൻഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖന്നെ, നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും റമദാൻ മുബാറക്ക്. കാര്യം ഇത് റമദാൻ്റെ മുന്നേ, അതായത് ഒരാഴ്ച മുന്നെടുത്ത വീഡിയോസാണ് കേട്ടോ. ഇതിപ്പോൾ പിന്നെ ഇത് ഒരു ദിവസത്തെ വ്ളോഗല്ല കേട്ടോ, ഇതൊരു 2-3 ഡേയ്സിൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. കാര്യം ഫാത്തുവിൻ്റെ കസിൻസിനെ എല്ലാവരും കൂടെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാദറിൻ്റെ കസിൻ്റെ മാരേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിരുന്നു മാരേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ റൂമിലേക്ക് എന്താ പറയുക, വിരുന്ന് വിളിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് വന്നിട്ട് വിരുന്ന് വിളിക്കാം, പിന്നെ നോമ്പായല്ലോ, നോമ്പിൻ്റെ മുന്നേ തന്നെ വിരുന്ന് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോമ്പിൻ്റെ ഒരാഴ്ച മുന്നേ നമ്മളെ റൂമിലേക്ക് വിളിച്ച വിശേഷങ്ങളും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് എൻ്റെ വീട്ടിൽ ക്ലീനിങ്ങും നനച്ചുകുളി, അതായത് നോമ്പിൻ്റെ മുന്നേ കുറച്ച് ക്ലീനിങ് എല്ലാം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം തന്നെ ഫുള്ളായിട്ടൊന്ന് ക്ലീനെല്ലാം ആക്കിന്. പിന്നെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കഴിയാത്തതെല്ലാം ആടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കലും തട്ടിക്കൊട്ടലും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. കുഞ്ഞല്ല, കുറച്ച് ലോങ് ആയിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും കൂടെ മറക്കണ്ട. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാല്ലേ. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ എങ്ങനെയുണ്ട് നാട്ടിലത്തെ നോമ്പെല്ലാം, എങ്ങനെ റാഹത്തിൽ പോകുന്ന, എങ്ങനെയുണ്ട് ക്ഷീണമുണ്ടാ, ഭയങ്കര ചൂടാണല്ലേ നാട്ടിൽ, പിന്നെ എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം കേട്ടോ നിങ്ങളെ നോമ്പെല്ലാം. പിന്നെ ഞാൻ മറന്നു പോകും ചോദിക്കാൻ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചിട്ടുള്ളത് ശനിയാഴ്ച ഈവനിങ്ങിനായിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച എന്നിട്ടാ ഞാനിപ്പോൾ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. വെള്ളിയാഴ്ച ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാൻ അത് വെള്ളിയാഴ്ച രാവിലെ തന്നെ എനിക്ക് മട്ടനും ചിക്കനെല്ലാം കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട്. അപ്പം ഞാനത് പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പം എന്തെല്ലാം ഉണ്ടാക്കുന്നത്, അതായത് വിരുന്നിന് അവർക്ക് വിളിക്കുമ്പം എന്തെല്ലാം ഫുഡ് ആക്കുന്നത്, അതിനുള്ള ഇല്ലാത്ത സാധനങ്ങളെല്ലാം എഴുതിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം അതെല്ലാം വാങ്ങാനും വേണ്ടിയിട്ട് നമ്മൾ അജ്മാനിലുള്ള നെസ്റ്റോയിലേക്ക് വന്നതാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഗ്രോസറി ഐറ്റംസ് കുറേയൊന്നും അങ്ങനെ പർച്ചേസ് ആക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇല്ലാതാകുമ്പോൾ കുറച്ച് എന്താ വെച്ചാൽ, കാര്യം നോമ്പായില്ല, നോമ്പിന് പിന്നെ കുറേ ഒന്നും വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. എന്തായാലും എന്തെങ്കിലും ചിക്കൻ്റെ കറിയോ അമ്മീൻ്റെ കറിയോ പത്തൽ അങ്ങനത്തെ ഐറ്റംസ് അല്ലേ കൂടുതൽ ഉണ്ടാക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇല്ലാത്തത് ഇങ്ങനെ വാങ്ങൽ എന്നല്ലാതെ കുറേയൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം വിരുന്നാകുമ്പം നമുക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കണം കേട്ടോ. പാർട്ടി എല്ലാവരും വരുന്നുണ്ട്, അതായത് ഒരു 10-11 പേരുണ്ട് നമ്മൾ വിളിച്ചിട്ടുള്ളത്. അവർക്കില്ലേ ഓരോരുത്തർക്ക് ഓരോ റെസിപ്പിയാണ് എൻ്റെ ഇഷ്ടമുള്ളത്. അപ്പം അവരെ വിരുന്ന് വിളിക്കുമ്പോൾ തന്നെ അവരെന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ റിക്വസ്റ്റ് ആക്കും, സൽമാനിൻ്റെ ആ ഒരു ബീഫിൻ്റെ കറി അതാക്കിക്കോ, ഇതാക്കിക്കോ, മന്തി ആക്കിക്കോ, ആ പുഡിങ് ആക്കിക്കോ, ഇതെല്ലാം ആക്കിക്കോ എന്നെല്ലാം പറഞ്ഞിട്ട് അവരെന്നെ റിക്വസ്റ്റ് ആക്കലുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ കസിൻസ് എല്ലാവരും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടുണ്ടായിന്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ വീക്കെൻഡിലെല്ലാം ഇങ്ങനെ ഒരുമിച്ചിട്ട് കൂടലുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചപ്പം ഇവരെ വീട്ടിലായിരുന്നു കേട്ടോ വിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അഫ്നുവിൻ്റെ അമ്മേൻ്റെ ഇത് ഫാദറിൻ്റെ ഒരു കസിൻ തന്നെയായിരുന്നു. ഞാൻ മുന്നേ പാർട്ടി വ്ളോഗെല്ലാം ചെയ്യുമ്പം എല്ലാവരെയും കാണിച്ചിട്ടെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ വ്ളോഗിൽ. ഇത് മൂത്തമ്മാൻ്റെ മോനാണ്, ഉമ്മാൻ്റെ ഇടത്തിൻ്റെ മോനും പിന്നെ മരുമകൾ വന്നിട്ട് അമ്മി അഫ്നും. അപ്പം അവർ നമ്മളെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരുമിച്ചിട്ട് തന്നെ എന്നിട്ട് നെസ്റ്റോയിലേക്ക് വന്നിട്ട് അപ്പോൾ ഓരോന്നും ഇല്ലാത്തതെല്ലാം ഞാൻ വാട്സപ്പിലിങ്ങനെ അതിൻ്റെ വാട്സപ്പിലേക്ക് എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് കുറച്ചായിട്ട് എല്ലാം വാങ്ങുന്നുണ്ട്. ഇവരെ റൂമിലേക്കും നമ്മളെ വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതാപ്പള്ളിയും പുതന്നേനും വിളിച്ചപ്പം എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ റൂമിലേക്ക് വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഒരു ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു അവൾ. അത് ഞാൻ കുറേ സ്റ്റോറിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു, മാത്രം യൂട്യൂബിൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ഓർമ്മത്തിൽ ഓരോരോ സാധനം എന്തെല്ലാം ഉണ്ടാക്കുന്നതെന്ന് ആദ്യം ഇങ്ങനെ നോക്കിയിട്ട് അതിനുള്ള സാധനം ഇല്ലാത്തതെല്ലാം എഴുതിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ ഫാദർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്തതെല്ലാം എഴുതിയിട്ട് വെച്ചോ, എന്നിട്ട് വാങ്ങിയാൽ മതി, പിന്നെ ഓരോന്ന് പറയരുതെന്ന്. ഇവിടുന്ന് ഗ്രോസറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴല്ലേ കുറച്ച് കൂടുതൽ തന്നെ കേട്ടോ എല്ലാത്തിനും പ്രൈസ്. അപ്പോൾ ഇല്ലാത്തെല്ലാം അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചോണ്ടി അല്ലേ. അപ്പോൾ ഞാനില്ലേ എന്തെല്ലാം ഉണ്ടാക്കുന്നതെന്ന് ആദ്യം എഴുതി വെച്ചിട്ട് പിന്നെന്തപ്പാ, അപ്പോൾ അതിന് ഇല്ലാത്ത സാധനം കിച്ചണിൽ പോയിട്ട് നോക്കും, ഇല്ലാത്തത് ഇങ്ങനെ ഓരോന്ന് അങ്ങനെ എഴുതിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഓർമ്മത്തിൽ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഫിഷ്, ചിക്കന്, മട്ടന് അങ്ങനത്തെ അല്ലേ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾക്ക് മണവാട്ടിക്ക് ഫിഷാണ് കൂടുതൽ ഇഷ്ടം. അതായത് ചെറിയ ചെറിയ ഫിഷല്ല കേട്ടോ, വലുതൊന്നും കൂട്ടാല. ചെമ്മീൻ, കൂന്തൾ, ഞണ്ട് അങ്ങനത്തെ എല്ലാം അങ്ങനെ കൂട്ടുള്ളൂ. പിന്നെ കൂടുതലും വെജിറ്റബിളാണ് കേട്ടോ ഇഷ്ടമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫിഷെല്ലാം. അപ്പം ഞാൻ സീ ഫുഡ് ബക്കറ്റ് ഉണ്ടാക്കുക അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൂന്തൾ നിറച്ചത് അതെല്ലാം ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതെല്ലാം നമ്മൾ ആദ്യം തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒന്ന് നമ്മൾ പർച്ചേസ് ആക്കിയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ അതാ ഒരുപാട് ഈത്തപ്പഴത്തിൻ്റെ തന്നെ പുറത്താണ് കേട്ടോ. അത് നെക്സ്റ്റ് ഒന്ന് നമ്മൾ പർച്ചേസ് ആക്കിയിട്ട് ഇങ്ങനെ കൗണ്ടറിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം പലതരം, അതായത് ക്വാളിറ്റി കുറഞ്ഞതുണ്ട്, ക്വാളിറ്റി നല്ല കൂടിയതുണ്ട്, നല്ല പ്രൈസിൻ്റെതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഈത്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോക്കാമെന്ന്. പിന്നെ രാത്രികൾക്ക് പ്രത്യേകിച്ചിട്ട് ഫുഡൊന്നും ഞാൻ ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. വേണമെങ്കിൽ ആക്കാം, ചിക്കനെല്ലാം പുറത്ത് വെച്ചിനല്ലോ. അപ്പം കുറച്ച് പീസ് എടുത്തിട്ട് എന്തെങ്കിലും കറിയോ പത്തല അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്നെല്ലാം പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. മാത്രം ഇങ്ങോട്ട് എത്തിയപ്പം പർച്ചേസിങ് എല്ലാം കഴിഞ്ഞപ്പം നല്ലോണം ലൈറ്റായി പോയിട്ടാണ്. അപ്പോൾ ഫാദറിന് പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെതാ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കലാം. പിന്നെ അവർ പോയിട്ടാ, ഫാദറിൻ്റെ കസിനും വൈഫും പോയി. പിന്നെ അതാ നേരെ കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ പുറത്ത് വെച്ചിട്ടല്ലേ ചിക്കനും മട്ടനെല്ലാം പുറത്ത് വെച്ചിട്ടായിരുന്നല്ലോ പോയിരുന്നത്. അപ്പോൾ അതിൻ്റെ തണുപ്പെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞാൻ നല്ലോണം വാഷാക്കി കഴുകി മട്ടനും ചിക്കനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. മട്ടന് മന്തിയാക്കുന്നത്, അപ്പം അത് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചിക്കന് ഫ്രൈ ആക്കാനുള്ളത് അത് വേറെ മസാല തേച്ചിട്ട് വെച്ച്. പിന്നെ എനിക്ക് പാസ്തയ്ക്ക് എല്ലാം വേണ്ടി ഫിഷ് എടുത്തിട്ടില്ല കേട്ടോ. ആ ഫിഷ് രാവിലെ തന്നെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചിക്കനെല്ലാം പാസ്തയ്ക്കുള്ള ചിക്കനെല്ലാം വേറെ വെച്ച് അതെല്ലാം മാറ്റി മാറ്റി എല്ലാം ഓരോരോ ബോക്സിലാക്കിയിട്ട് എല്ലാം മസാല എല്ലാം തേച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മട്ടന് അങ്ങനെ വേവിച്ചിട്ടും കുക്കറിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. കാര്യം ഇങ്ങോട്ട് എത്തിയപ്പം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വേഗം ഞാൻ അതെല്ലാം കഴുകിയിട്ട് വേഗം മസാല എല്ലാം തേച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചിക്കൻ ഫ്രൈൻ്റെയും മന്തിൻ്റെയും എല്ലാത്തിൻ്റെയും റെസിപ്പി ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. ലാസ്റ്റാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് വെക്കാമെന്ന്. പിന്നെ നാളേക്കൊക്കെ എന്തെല്ലാം വേണ്ടി നോക്കിയിട്ട് അത് മുകളിൽ തന്നെ ഇങ്ങനെ പെട്ടെന്ന് കിട്ടാനും വേണ്ടിയിട്ട് വെക്കലാന്ന്. പിന്നെ അങ്ങനെ അതെല്ലാം ചെയ്യലാന്ന് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള എല്ലാം സ്ഥലത്തെല്ലാം വെക്കലാന്ന്. പിന്നെ 2 തരം പുഡിങ് ആക്കുന്നുണ്ട്. അപ്പോൾ പുഡിങ്ങിനുള്ള സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് രാത്രി തന്നെ, അതായത് ഇപ്പം തന്നെ ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പുഡിങ്ങും എല്ലാം നല്ലോണം സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പുഡിങ്ങിനുള്ള സാധനമെല്ലാം ഇവിടെ തന്നെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതാ ഞാൻ ഫ്രിഡ്ജിൽ വെക്കലാന്ന്. എല്ലാ സാധനം അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പം ഫാദു കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ മുട്ടെല്ലാം എടുത്ത് വെക്കുന്ന ടൈമിലാട്ടോ ഫാദു വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയാമെന്ന്, സെല്ലോ നാളെ ഫുഡ് ഉണ്ടാക്കാൻ വരട്ടെ. ഞാനാണെന്നുണ്ടെങ്കിൽ മട്ടൻ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്, ചൂടാറാനും വേണ്ടിയിട്ട് ഫാനിൻ്റെ ചോട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി ഫ്രീസറിൽ ചിക്കൻ മസാല എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. പുഡിങ് ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വേഗം പുഡിങ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫാദു വന്നിട്ട് പറയാമെന്ന്, നാളെ നമുക്ക് പാർട്ടി പുറത്താക്കിയാലോ, അതായത് റെസ്റ്റോറൻറ്റിലേക്ക് ആക്കിയാലോ. തായ് റെസ്റ്റോറൻറ്റിലേക്ക്. തായ് ഫുഡ് ഒരു വെറൈറ്റി അല്ലേ. അപ്പം നമുക്ക് പുതിയാപ്പിളിനെയും പുതിയണ്ണിനെയും എല്ലാവരെയും അങ്ങോട്ട് വിളിക്കാം, അങ്ങോട്ട് പോവാം. കുറേ പണിയിൽ കുറേ തരം ഇങ്ങനെ ഫുഡ് ആക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഫാദർ, ഇത്രയും സാധനമെല്ലാം വാങ്ങിച്ചല്ലോ, ഞാൻ എന്നാക്കുന്നെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഫാദർ പറഞ്ഞ് വേണ്ട, നമുക്ക് പുറത്ത് പോയിട്ട് ഒരു വെറൈറ്റി ആക്കുക. തായ് ഫുഡ് അവൾ കഴിച്ചിട്ടുണ്ടാവില്ല, അവൾക്ക് കൂടുതലും ഫിഷല്ല ഇഷ്ടമുള്ളത്. അപ്പം അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഫിഷിലെല്ലാം വെറൈറ്റി ആയിട്ടുള്ളതെല്ലാം ഉണ്ടാവും. അപ്പം പാർട്ടി നമുക്ക് അവിടെ ആക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ചെറിയൊരു ടെൻഷനും ആയിട്ട്, ആ കാര്യം ഇതെല്ലാം വേവിച്ചിട്ടെല്ലാം വെച്ചല്ലേ. അപ്പം ഫാദർ പറഞ്ഞ എല്ലാം ബെടക്കാവാത്ത സാധനം അത് ഫ്രീസറിൽ വെച്ചാൽ കഴിഞ്ഞ കാര്യം. ആ മട്ടൻ വേവിച്ചത് ഫ്രീസറിൽ വെക്കാം. ഇനിയിപ്പം എല്ലാവരും ഇങ്ങോട്ട് വിരുന്ന്, അതായത് പാർട്ടി കഴിഞ്ഞിട്ട് പുറത്ത് പാർട്ടി കഴിച്ചാലും എല്ലാവരും നമ്മളെ റൂമിലേക്ക് വിരുന്ന് വരും കേട്ടോ. എല്ലാവരും നമ്മൾ അന്ന് ഇവിടെ സ്റ്റേ ആവും. പിറ്റേന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് ആക്കാമല്ലോ, അത് എടുത്താൽ മതിയല്ലോ എന്നെല്ലാം പറഞ്ഞ്. അപ്പം എനിക്ക് ഓക്കെ ആയിട്ടോ. പിന്നെ പുഡിങ് ആക്കുന്ന മൂടെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫാദർ അങ്ങനെ ഇതാക്കിയല്ലേ. പിന്നെ പുഡിങ് ആക്കുന്ന മൂടൊന്നും ഇല്ലായിരുന്നു. ഞാനെല്ലാം ഫ്രിഡ്ജിലും അവിടെ ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടാ. കിച്ചണെല്ലാം ക്ലീനാക്കി പിന്നെ
നമ്മൾ കിടന്നിട്ടാ നമ്മൾ ഫ്രഷ് എല്ലാം ആയിട്ട് പിന്നെ കിടന്ന് പിന്നെ രാവിലെ എന്നിട്ടത് അതായത് ശനിയാഴ്ച രാവിലെ കേട്ടോ ഇന്ന് വൈകുന്നേരമായിരുന്നു നമ്മൾ വീട്ടിലേക്ക് റൂമിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിപ്പം വൈകുന്നേരം പുറത്ത് പോകാമെന്നുള്ള പ്ലാൻ ആക്കിയല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ. ഞാൻ രാവിലെ പ്ലാൻ ആക്കിയിട്ടുണ്ട് എന്ത് രാത്രി ഇങ്ങനത്തെ പുഡിങ് ചിക്കന് മട്ടൻ ഇതെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചാൽ പിന്നെ ഉച്ചൻ്റെ ശേഷം വൈകുന്നേരമല്ലേ നമ്മൾ പാർട്ടി വെച്ച് എന്തായാലും വൈകുന്നേരം ഒരു 8 മണി 10 മണിയൊക്കെ ആവും എല്ലാവരും വരണമെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ശനിയാഴ്ച ഡ്യൂട്ടിയുള്ളവരെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വരണമെന്നുണ്ടെങ്കിലും എന്തായാലും ഒരു ശനിയാഴ്ച ഒരു 8 മണി 9 മണി ആവും നമ്മളെ റൂമിലേക്ക് എത്താൻ. ആ ഒരു ടൈമിലെല്ലാം ഫുഡെല്ലാം റെഡി ആയാൽ മതിയല്ലോ. അപ്പം ഞാൻ പ്ലാൻ ആക്കിയിട്ടുള്ളത് അങ്ങനെ രാവിലെ തന്നെ ക്ലീനിങ് എല്ലാം കഴിച്ചാൽ എന്നിട്ട് ഉച്ചൻ്റെ ശേഷം ഫുഡാക്കാമെന്ന്. അപ്പോൾ ഇനിയിപ്പം ഫുഡാക്കാനൊന്നും ഇല്ലല്ലോ, എല്ലാം ഞാൻ മാറ്റി വെച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പണികളൊന്നുമില്ല. അപ്പോൾ ഞാനിതാ എനിക്ക് നനച്ചുകുളിയായിട്ട് കുറച്ച് പണി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഫുള്ളായിട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫാന് ലൈറ്റ് ഇങ്ങനത്തെ പണികളൊന്നും പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും തീർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം പെൻഡിങ്ങിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിതാ ഞാൻ അങ്ങനത്തെ പണികളൊക്കെ ഒന്ന് ചെയ്യലാന്ന്. ഈ ഫാനുമ്മൽ അതുപോലെ ഈ ലൈറ്റില്ലേ ഇത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുമ്പോൾ കാണുന്നില്ലേ ഇങ്ങനെ കുത്തനായിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഉള്ളിലില്ലേ നിറച്ച് പൊടിയാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പൊടിയെല്ലാം ചൂല് വെച്ചിട്ട് ഇങ്ങനെ തട്ടിയെടുക്കാൻ കേട്ടോ. ഈ ബെഡ്ഷീറ്റ് എല്ലാം ഇതെല്ലാം വാഷാക്കാനുള്ളതാണ്. പുതപ്പില്ലേ അത് വേഗം ബെഡിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നീ വാഷാക്കുന്നില്ല. അതിപ്പോൾ അടുത്ത് ഫാദു ഞാൻ വരുന്നതിൻ്റെ മുന്നേ വാഷാക്കിയിട്ടെല്ലാം കൊടുന്ന് വെച്ചതായിരുന്നു. അപ്പോൾ അത് വാഷാക്കാനില്ല. ഇനിയിപ്പം ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് വാഷാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിക്ക് പൊടി ആയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ബെഡ്ഷീറ്റൊന്നും എടുക്കാത്തത്. അപ്പം ബാക്കിയുള്ള തട്ടലും കൊട്ടലെല്ലാം കഴിഞ്ഞിട്ട് ആ ബെഡ്ഷീറ്റ് വാഷാക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാന്ന്. ഇത് കണ്ട ഇത് മിററിൻ്റെ ബെഡിൻ്റെ നേരെ മുകളിലായിട്ടാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 3 ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് 2 ആയിരുന്നു കേട്ടോ. ഒന്ന് ഞാൻ കിച്ചണിൽ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 2 അങ്ങനെ വെച്ചപ്പം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് കാണിച്ചു തന്നില്ല, ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെച്ചിട്ടില്ലേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരുമ്പം പറയും അത് ബോറുണ്ട് 2 പിന്നെ മാത്രമായിട്ട് കുറച്ച് ബോറ് കാണുന്നതെന്ന് പറഞ്ഞപ്പം ഞാൻ പിന്നെ പൊട്ടിയാലും കുഴപ്പമില്ല വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആണി അടിച്ചിട്ട് ഞാൻ മറ്റേതും വെച്ചതാണ് കേട്ടോ. അപ്പം 3 വെച്ചപ്പം നല്ല കാണുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഫാനുമലൊക്കെ അല്ലോ എമ്മാതിരി പൊടിയെന്ന് അറിയാം, കറുപ്പ് കളറ് പൊടിയാണ്. പിന്നെ അതേപോലെ ആ ലൈറ്റിൻ്റെ ഉള്ളിലും ഭയങ്കര പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂല് വെച്ചിട്ട് ഒന്ന് തട്ടിയിട്ടെടുത്തിട്ടുണ്ട്. എനിക്കില്ലേ പൊടി ഇങ്ങനെ തട്ടുമ്പം ഭയങ്കര അലർജിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ. രാവിലെ ഇപ്പോൾ പൊടി തട്ടിയിട്ടില്ലെങ്കിൽ രാവിലെ എണീക്കുമ്പം ഭയങ്കര ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തുമ്പിങ്ങോണ്ടുണ്ടാവലുണ്ട് കേട്ടോ. അതായത് എനിക്ക് നാട്ടിൽ നിന്നാണ് കൂടുതലുണ്ടാവല്. ഇപ്പം ഇങ്ങനെ പൊടിയെല്ലാം തട്ടുമ്പോൾ നല്ലോണം തുമ്പി ഒരു വൈക്കം. ഞാനിപ്പോൾ ഇങ്ങനെ പൊടി തട്ടുമ്പോൾ ഇങ്ങനെ തുമ്പിങ്ങോണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ മാസ്ക് ഇട്ടിട്ട് ചെയ്താൽ മതിയെന്ന്. ഞാൻ പിന്നെ അതെല്ലാം ഒരു പണിയല്ലേ, അവിടെയല്ലോ മാസ്ക് എല്ലാം വെച്ചിനി. ഇനിയിപ്പോൾ അത് തപ്പിയെടുത്ത് പിന്നെ ഫേസിലിട്ട് കുറേ പണിയല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്നും എടുക്കാനും പോയിട്ടില്ല. പക്ഷേ ഞാൻ തുമ്മിങ്ങോണ്ടുണ്ട് കേട്ടോ ഈ പണിയെല്ലാം ചെയ്യുമ്പം. ഇനിയിപ്പോൾ അതാ എൻ്റെ മുകളിലത്തെ എന്താ പറയുക ഫാന് തുടച്ച് ലൈറ്റ് തുടച്ച് അതിൻ്റെ തുടക്കലും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ ബെഡ്ഷീറ്റും പിന്നെ അതുപോലെ പില്ലോ കവറും എല്ലാം എടുത്തിട്ട് ഒന്ന് വാഷാക്കാൻ എടുക്കലാന്ന്. പിന്നെ ഞാനിപ്പം കുറച്ച് ദിവസമായി പിന്നെയും വീഡിയോസ് ഇട്ടിട്ട് ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എഡിറ്റ് ആക്കിയിട്ട് അപ്ലോഡ് ആക്കാൻ ഉള്ള ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. ലൈഫിൽ കുറച്ച് ബിസിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ മുന്നേ, കുറച്ച് ബിസിയാണ് ഇപ്പം എൻ്റെ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ എന്താണ് ബിസിയെന്നും എന്താ കാര്യം എല്ലാം ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ആക്കാം. അടുത്ത വ്ളോഗിലല്ലെങ്കിലും ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ആക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ ഷെയർ ആക്കാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അത് നടക്കുമോ ഇല്ലയെന്ന് നമുക്ക് തന്നെ ഡൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ അത് വെറുതെ പറഞ്ഞിട്ട് ഒരു വിഷമാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. ഒരുപാട്
ആൾക്കാർ എൻ്റെ സന്തോഷം കാണുന്നവരുണ്ട്, ഒരുപാട് പേര് എൻ്റെ ദുഃഖം കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. അപ്പം എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനിപ്പം ഞാൻ വിചാരിച്ച കാര്യം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ടെൻഷനാവും. അപ്പോൾ അത് പബ്ലിക്കാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എൻ്റെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്നൊരു കുറേ ആൾക്കാരുണ്ട്. മാഷാ അല്ലാഹ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാൻ നിങ്ങളായിട്ട് അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ആക്കൂട്ടാ. അപ്പം നിങ്ങളെ ദുആയിൽ പ്രത്യേകം എന്താ പറയുക, ദുആയിലെല്ലാം ഉൾപ്പെടുത്തുക, എന്നെയും എൻ്റെ ഫാമിലിനെല്ലാം. പിന്നെ ഉമ്മാക്ക് എങ്ങനെയുണ്ടെന്ന് കുറേ ആൾക്കാർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഇടാൻ ലേറ്റായി പോയപ്പം എങ്ങനെയുണ്ട് സൽമ, ഉമ്മാക്ക് എന്തെങ്കിലും ആയാ, നീ എന്ത് വീഡിയോസ് ഇടാത്തെന്ന് പറയും, ബേജാറാന്നെന്നല്ലോ ആ ഒരു കമൻറ്റെല്ലാം കാണുമ്പം എനിക്ക് കണ്ണ് നിറഞ്ഞു പോയലുണ്ട് കേട്ടോ. അങ്ങനെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഉമ്മ അൽഹംദുലില്ലാ ഓക്കെ ആന്ന്, ഇപ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ മുഴുവനായിട്ട് റെഡി ആയിട്ടില്ല, എന്നാലും ദുആയിലെല്ലാം ഉൾപ്പെടുത്തുക, എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. നമ്മൾ ദുആയിൽ എന്തായാലും എല്ലാവരും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാ ക്ലീനിങ്ങിൻ്റെ ഇടയിലില്ല, എനിക്കൊന്ന് പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്ത് പോയിട്ട് ഫാദും ഞാനും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചക്കൊക്കെയുള്ള ഫുഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ കഞ്ഞും ചിക്കൻ്റെ ഫ്രൈ ഞാൻ ചിക്കന് കുറച്ച് മസാല തേച്ച് വെച്ചിനല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പീസ് പുറത്ത് വെച്ചിട്ടായിരുന്നു നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഫ്രൈ ചെയ്ത് പിന്നെ കഞ്ഞും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൈരെല്ലാം ഇട്ടിട്ട് കഞ്ഞി പോലെ അങ്ങനെ കഞ്ഞും അങ്ങനെ കുടിച്ചത്. ഇനിയിപ്പം ഇന്ന് രാത്രിക്കൊക്കെ എന്തായാലും കുറച്ച് ഹെവി ആയിട്ടല്ലേ ഫുഡ് കഴിക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പുറത്ത് പോയിട്ട് വരാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എൻ്റെ നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് പിന്നെ പണി പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളില്ലേ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോവും. പക്ഷേ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊരു സ്ലോ ആവൂട്ടോ. നമുക്ക് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. എനിക്കില്ലേ എടുക്കുന്ന പണി വേഗം തീർത്തിട്ട് എനിക്ക് എന്ത് പണിയും ചെയ്യാൻ ഒരു ഇതുള്ളൂ. അതായത് നമ്മളെ വീട്ടിലത്തെ പണിയില്ല, ഇപ്പം ഞാൻ പുറത്ത് പോയില്ലേ, അപ്പോൾ ആ ഒരു ഫ്ലോ ആണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതാ എൻ്റെ ബാഗെല്ലാം ഞാനൊന്ന് സെറ്റാക്കിയിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പം മാക്സിൽ ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, ചെരുപ്പ് അതുപോലെ ബാഗ് ഇതെല്ലാം. അപ്പം അത് ബാഗ് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചെരുപ്പ് ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഗെല്ലാം കൊടുന്ന് വെച്ചത് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഇനിയിപ്പം മൊത്തത്തിൽ മുഴുവനായിട്ട് തന്നെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് തുടച്ച് വെച്ചതിന് ശേഷം തുടച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം വെക്കുന്നുണ്ട്. ഈ ഒരു ഗ്രേ കളർ ബാഗിൽ ഇത് ഞാൻ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ വാങ്ങിച്ചായിരുന്നു. പിന്നെ ആ ഒരു വൈറ്റെല്ലാം എൻ്റെ അടുത്ത് കുറേ ആയിട്ടാണ്, അതെല്ലാം കുറേ ആയി വാങ്ങിച്ചിട്ട്. അതെല്ലാം നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഈ മാക്സിൽ നിന്ന് വാങ്ങിച്ചത് ഒരേപോലത്തെ ഗ്രേൻ്റെ അതേ ഒരു മോഡൽ തന്നെയാണ്, ആ ഒരു ഷേപ്പിന്. ഈ ചെറിയ ബാഗാട്ടോ ഇപ്പം ബുർക്കയിലെല്ലാം മോഡൽ നല്ലതാണ് അതിടുമ്പോൾ. അപ്പം അത് നല്ല ഓഫറിലല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരേ കളർ തന്നെ 2 വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് കുറച്ചൊരു ഗ്ലേസിങ് ഉണ്ട്, ഒന്ന് ഗ്ലേസിങ് ഇല്ലാത്തത്, അങ്ങനെ പിന്നെ ഒന്ന് ബ്ലാക്ക് ഇട്ടാ. അങ്ങനെ അതൊന്ന് സെറ്റാക്കിയിട്ട് വെച്ച് പിന്നെ എൻ്റെ മേക്കപ്പ് പ്രൊഡക്റ്റ് അതുപോലെ തന്നെ സ്കിൻ കെയർ എല്ലാം ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇതെല്ലാം വെക്കുന്ന ഒരു സ്റ്റാൻഡായിട്ട് ഇതിനപ്പം പടുത്ത് വാങ്ങിച്ചതാണ്. ഇവിടെ അജ്മാനിന്ന് ഒരു ഷോപ്പിൽ നല്ല ഓഫർ, ഈ അറബിക് ഐറ്റംസിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡ് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം അതെല്ലാം തുടച്ച്, അതായത് ഞാൻ ഫാന് തട്ടീനല്ലേ, അപ്പോൾ അതിൽ നിന്ന് പൊടിയെല്ലാം പാറിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ട്. അതിലും ഡ്രസ്സിങ് ടേബിളിൻ്റെ മിററിൽ അതിലെല്ലാം കുറച്ചെല്ലാം പൊടി നമുക്ക് ഇങ്ങനെ കാണുന്നു കേട്ടോ. ഇന്ന് തട്ടിയ പൊടിയാന്ന്, മുന്നേ ഞാൻ പറഞ്ഞില്ലേ അതെല്ലാം ക്ലീനിങ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് തട്ടിയ പൊടി അങ്ങോട്ടെല്ലാം പോയതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും തുടച്ചെടുക്കല്ലേ, അപ്പോൾ മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുത്തതാണ് കേട്ടോ. ബാൽക്കണിയെല്ലാം പിന്നെ ഞാൻ മുന്നേ എന്താ പറയുക ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് ചെടിയെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല, ഞാൻ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഓരോന്ന് അങ്ങനെ ചെയ്തതാണ്. അപ്പം ബാൽക്കണി അവിടെ ഒന്നും ക്ലീൻ ആക്കാനൊന്നുമില്ല, ആ ഒരു ഗ്ലാസ്സില്ലേ വലുത് ബാൽക്കണിക്ക് പുറത്തേക്ക് പോകുന്ന ആ ഗ്ലാസും എല്ലാം തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒന്നായിട്ടൊന്ന് അടിച്ചേരിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കലാന്ന്. ഇത് നോക്കല്ലോ എത്ര പോരം
കച്ചറ അല്ല കേട്ടോ, ഈ ഒരു ഫാനും വന്നും ലൈറ്റും വന്നും വീണ ആ ഒരു പൊടി വന്നിട്ടാ ഇങ്ങനെ കട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത്രയും എന്താ പറയുക, നല്ല പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ലൈറ്റുമ്മലും അതേപോലെ തന്നെ ഫാനുമ്മലും. വേറെ എവിടെയും കച്ചറില്ലായിരുന്നു, ഫാനുമ്മത്തും ലൈറ്റുമ്മത്തും മാത്രം വന്നിട്ടാ. മൊത്തത്തിൽ ഒന്ന് അടിച്ചരിയിട്ട് പിന്നെ ഒന്ന് തുടച്ചെടുക്കാനുള്ളൂ കേട്ടോ. പിന്നെ ഹാളിൽ ലൈറ്റും ഫാനും ഒക്കെ ഒന്ന് പൊടി തട്ടിയിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ. അപ്പം ഹാളിലൊന്നും പണിയില്ല കേട്ടോ, റൂമത്തെ പണി തന്നെ ഇന്ന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത്. അപ്പം അത് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പം ഹാളും പിന്നെ റൂമും കിച്ചണും ഒക്കെ ഒന്ന് അടിച്ചരിയിട്ട് തുടച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ കിച്ചണിലായാലും ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. കിച്ചണിലും എനിക്ക് വലിയ പണിയൊന്നുമില്ല. പിന്നെ ആ ടിഷ്യൂൻ്റെ ബോക്സിൽ കുറച്ച് ടിഷ്യൂ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പം പാർട്ടി കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ ഇനിയിപ്പം വേറെ ടിഷ്യൂ വെക്കാനൊന്നും ചിലപ്പം ടൈം കിട്ടൂല, ചിലപ്പോൾ ഇങ്ങനെ തിരക്കിലായിരിക്കുമല്ലോ. അപ്പം അതൊക്കെ ഞാൻ കുറച്ച് ബോക്സിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് പിന്നെ കുറച്ചൊരു കവറിൽ കുറച്ച് ടിഷ്യൂ ഇവിടെ ഉണ്ടായിരുന്നിട്ട്, അപ്പോൾ അത് രണ്ടും കൂടെ അങ്ങനെ ബോക്സിലാക്കിയിട്ട് ഒന്ന് ഫില്ലാക്കിയിട്ട് അത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാവരും കൂടെ വരുമ്പോൾ ഇനിയിപ്പം ടിഷ്യൂടെ വെച്ചതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, എല്ലാവരും കൂടെ ഒരു തിരക്കാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എന്താ പറയുക, ബോക്സൊക്കെ ഒന്ന് വേസ്റ്റ് കിട്ടാൽ പിന്നെ ആ ഒരു ഭാഗം നോക്കണ്ടല്ലോ, അങ്ങനെ അത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് പണിയുള്ളത്. അക്വേറിയം ഇതില്ലേ, ഞാൻ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുന്ന മുന്നേ ഇവിടെ തന്നെ റൂമിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കൊടുത്തതാണ്. അപ്പം അതിനിപ്പം ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. ഇത് ആ ഒരു പച്ച പുല്ലില്ലേ, അത് അവർ തരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പുല്ല് ഒരു 15 ദിവസം കൂടെ ഇരിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കണം. അവരെ ഫുഡാണ് കേട്ടോ അത് അവർ കഴിക്കും. പക്ഷേ അത് 15 ദിവസമേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ട് വേറെ പുല്ല് ഇട്ട് കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം വെള്ളത്തിൻ്റെ കളർ ആകെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ രണ്ടാളും കൂടെ ഇത് ക്ലീൻ ആക്കുക. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഞാൻ പുറത്ത് അതിന് കുറച്ചൊരു ബിസി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ അതെല്ലാം ഓഫാക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ ഫിഷിനെല്ലാം എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാന്ന് കേട്ടോ. എന്നിട്ട് അപ്പോഴേക്കും ഫാദർ ഇവിടെ എത്തും. എന്നിട്ട് ഞാൻ ക്ലീൻ ആക്കിക്കോളാം, വെള്ളമെല്ലാം ഒഴിവാക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ മീത്തത്തെ, അതായത് അക്വേറിയത്തിൻ്റെ മുകളിൽ അവർ ബ്ലാക്ക് കാണുന്ന ഒരു മൂടി പോലത്തെ അതിങ്ങനെ പൊന്തിക്കാനേ പറ്റുന്നുള്ളൂ. ഇത് മൊത്തത്തിൽ എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, മാത്രം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കിട്ടൂലായിരിക്കും. അമ്മ എനിക്ക് അറിയുന്നില്ല കേട്ടോ അതെങ്ങനെ, ഞാൻ ആദ്യമായിട്ടാണ് ക്ലീൻ ആക്കുന്നത്. അപ്പോൾ അതെല്ലാം ആ പുല്ലില്ലേ ആദ്യം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം മീനിനെ മൊത്തത്തിൽ കുറച്ച് ഇങ്ങോട്ട് ഇട്ടിട്ടാ. ഇനിയും ഉണ്ട് ഒരു 5-6 മീൻ, 2-3 മീനും കൂടെ ഉണ്ട്, മാത്രം അത് ഉള്ളിലേക്ക് പോയിട്ട് കിട്ടുന്നേ ഇല്ല. അപ്പം ഞാനിതാ അതിലിട്ട ആ ഒരു പുല്ല് ഒഴിവാക്കലാന്ന്. ഇത് കുറച്ച് എന്താ പറയുക ചീഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഡേറ്റ് കഴിയുമ്പോൾ അത് വെടക്കാവും തോന്നുന്നു. ഇനി വേറെ പുല്ല് കൂടുന്ന് ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പുല്ലിട്ടിട്ടില്ല. ഇനി ഇൻഷാ അല്ലാ ആ ഒരു പുല്ലില്ലേ, അതായത് ചെടി അവർ തിന്നുന്ന ആ ഒരു ചെടിയിൽ അവരെ ഫുഡാണ്. അപ്പോൾ അത് കൊടുന്നിട്ട് ഇനി ഇൻഷാ അല്ലാ ഇടണം. ഇപ്പം ഞാൻ ക്ലീൻ ആക്കുമ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ, ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ചെറിയ കുഞ്ഞു മീനാട്ടോ, നല്ല രസമാണ്. പക്ഷെ അവരില്ലേ, നമ്മൾ ഇവിടെ ഹോളിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഹോളിലാട്ടോ അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർ നമ്മളെ സൗണ്ടെല്ലാം ഇങ്ങനെ വരുമ്പോൾ എല്ലാം കൂടെ കാണാൻ ഇങ്ങനെ വന്ന് നോക്കും, നല്ല വന്നിട്ട് അങ്ങനെ കാണുമ്പോൾ. അപ്പം അവർക്കുള്ള ഫുഡെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ അടി ഉണ്ടാക്കിയിട്ട് തിന്നുമ്പോൾ എല്ലാം ഇത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഫാദു എന്താ പറയുക, ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫുള്ളായിട്ട് അതിലത്തെ വെള്ളമില്ലേ, ഒരു ചെറിയൊരു പൈപ്പുണ്ട്, അത് വെച്ചിട്ട് ആദ്യം ഒരു ബക്കറ്റിലേക്കാക്കി. അതിൻ്റെ ശേഷം ആദ്യത്തെ കല്ലും ഒരുപാട് എന്തെല്ലാം ഉണ്ട് കേട്ടോ അതിൽ. അപ്പം അതിൻ്റെ എല്ലാം ആദ്യം എടുത്തതിൻ്റെ ശേഷം പിന്നെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ച്, എന്നിട്ട് എന്താ പറയുക അതിൽ ഫ്രഷ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫാദർ അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഫുള്ളായിട്ട് അടിച്ചേരി ഇനിയിപ്പോൾ തുടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഫാദറിൻ്റെ ക്ലീൻ ആക്കലെല്ലാം കഴിഞ്ഞിട്ട് അതിലേക്ക് വെള്ളം നിറക്കലാന്ന്. ഇത് കണ്ട ഒരു വീട് പോലത്തെ സംഭവമെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതെല്ലാം കഴുകിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ട ഒരു എന്താ പറയുക, അവർ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലെല്ലാം പോയിട്ട് നിൽക്കുന്നതാണ്, നല്ല രസമാണ് കാണാൻ.
അപ്പോൾ ഫാദുവാണ് ആ ഫിഷിനോട് സംസാരിക്കുന്നത്. എന്താ ഇന്ന് പൊരക്ക് പോയിട്ടില്ലേ, ഇന്ന് പുറത്ത് തന്നെ നടക്കുകയാണോ, പൊരൻ്റെ ഉള്ളിൽ പോയിട്ടേ രാത്രി ആയില്ലേ എന്നെല്ലാം ഇങ്ങനെ വെറുതെ സംസാരിക്കുന്നതാണ് കേട്ടോ. നല്ല രസമാണ് അവരെ കാട്ടൽ കാണാനും. അപ്പോൾ അതാ ഇനിയിപ്പം 2 ആൾ വേണം കേട്ടോ. എന്താ വെച്ചാൽ ചെറിയൊരു ബൗളിലാണ് ഞാൻ ഫിഷ് ആക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്കറിയില്ല കേട്ടോ ഇതിനെ പറ്റിയിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് സംഭവം ചെയ്യുന്നത്. അപ്പോൾ അതും ആദ്യമായിട്ട് തന്നെ കേട്ടോ അത് ക്ലീൻ ആക്കുന്നെല്ലാം നമ്മളെ പണ്ട് റൂമിലുണ്ടായിരുന്നു ഒരു 4-5 കൊല്ലം മുന്നേ, അത് 2 മീൻ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫോണിൽ ചാർജില്ലായിരുന്നു. അങ്ങനെ ഫോണെല്ലാം ചാർജ് കിട്ടി പിന്നെ തിരക്കായിട്ടാണ്. പിന്നെ ഫ്രഷ് ആവലും എല്ലാവർക്കും ഫോൺ വിളിക്കലും എല്ലാവരും ഇടത്തി എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലും സംസാരിക്കലും ഒക്കെ ആയിട്ട് തിരക്ക് തന്നെ ആയിരുന്നു. വേഗം ഡ്രസ്സാക്കിയിട്ട് വേഗം ഓടലാന്ന്. അപ്പോൾ അതിൻ്റെ കസിനും വൈഫും താഴെ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടെത്തും, മറ്റുള്ളവരും അവിടെ എത്തും. അപ്പം ഞങ്ങളെത്തിൻ്റെ മുന്നേ അവരെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അബുദാബിയിൽ നിന്ന് ഇച്ച വന്നിട്ടുണ്ട്. അതായത് ഇപ്പം അമ്മീനെ കണ്ടില്ലേനാ, നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, സാധനമെല്ലാം സ്റ്റോക്ക് പോയിട്ടില്ലേനാ, 2 ഏട്ടന്മാരിട്ടാ. അപ്പോൾ ഇതാ ഈ നിൽക്കുന്നത് നെയ്മിച്ച, സെരീഫിച്ച ഈ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടത് അവരറിയായിരിക്കും അസ്മാൻ്റെ ഉപ്പയെന്നിട്ടാ. ഞാൻ ഫസ്റ്റെല്ലാം വ്ളോഗെല്ലാം ചെയ്യുമ്പം ബാബിൻ്റെ പേർക്ക് പോയി ഇങ്ങോട്ടില്ലേനാ ഫുഡിൻ്റെ റെസിപ്പിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പം നാട്ടിൽ പോയി സെറ്റിലായിട്ടാണ്, വീടെല്ലാം കൂടിയായി. അതിൻ്റെ ഞാൻ നാട്ടിൽ പോയപ്പം ആ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വീട്. പിന്നെ നെയ്മിച്ചട്ടാ, അവർ അബുദാബിയിൽ നിന്ന് വന്നതാണ്. 2ാമത്തെ ആളാണ്, 3ാമത്തേത് അമ്മയാന്നിട്ടാ. അങ്ങനെ അപ്പം അവരെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ പിന്നെ പുതിയാപ്പിളിയും പുതിയെണ്ണെത്തി. പിന്നെ അമ്മായിൻ്റെ മോൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അഫ്നുവിൻ്റെ ബ്രദറും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരാണ് വീഡിയോസെല്ലാം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവന് വല്ലാതെ വീഡിയോസ് വന്നിട്ടില്ല. അപ്പോൾ അതാ പുതിയാപ്പിളിയും പുതിയെണ്ണെല്ലാം എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ മണവാട്ടി. മാഷാ അല്ലാ, നാട്ടിലേക്ക് ഞാൻ പറഞ്ഞല്ലേ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിരുന്നു കല്യാണം. അപ്പോൾ അതാ മണവാളിനും മണവാട്ടിയും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഒരാളും കൂടെ എത്താനുണ്ട് കേട്ടോ. ഇനിയിപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് അമ്മായിൻ്റെ മോന്, അതായത് ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മോനെ കേട്ടോ, അവരും കൂടെ എത്താനുണ്ട്. അവരും ഷാർജയിലാന്ന്. പിന്നെ ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് റോസ്. ഇത് മൂത്തമ്മാൻ്റെ മോനെ തന്നെയാണ് കേട്ടോ. വേറെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വേറെ ഏട്ടത്തിൻ്റെ മോനാണ്. പിന്നെ മരുമകളാണ്. ആ ഒരു യെല്ലോ ഇട്ടത് കേട്ടോ, അതാണ് മണവാട്ടി. ആ ബ്ലാക്ക് ഇട്ടത് അവളെടുത്തിരിക്കുന്നത് അതാണ് അവളെ പുതിയാപ്പിള കേട്ടോ, റോസ്. ഇനിയിപ്പോൾ അതാ നമ്മൾ ഓർഡർ ആക്കിയ ഓരോരോ ഫുഡ് വരുന്നുണ്ട്. ഈ ഒരു റെസ്റ്റോറൻറ്റിലെ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയില്ലേ, അപ്പം ഇവിടെ വന്നിട്ടാണ് ഫാദർ സർപ്രൈസ് ആക്കിയതെല്ലാം. അപ്പോൾ തായ് ഫുഡും ഞാൻ 2ാമത്തെ വട്ടാട്ടാ കഴിക്കുന്നുള്ളത്. ഇത് സവായവാക്കിലുള്ള ബാങ്കോക്ക് ടൗൺ തായ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ ഇന്നും നമ്മൾ വന്നിട്ടുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യലായിട്ട് അങ്ങനെ പാർട്ടി ഒരുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ആദ്യം സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഓരോരോ റെസിപ്പും നമ്മൾ ആദ്യം മുന്നേ കഴിച്ചതായിരുന്നു കേട്ടോ. അപ്പം അത് നല്ല ഓരോന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നു. അതിൽ ചിലത് ഓരോരുത്തർക്ക് ഇഷ്ടാവില്ല, ചിലത് ഇഷ്ടമാവും. പിന്നെ അവരിതിൽ കൂടുതൽ മസാലകളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ സീ ഫുഡ് ബക്കറ്റ് ഉണ്ട്, അത് വേറെ തന്നെയാണ് കേട്ടോ, വേറെ വെറൈറ്റി ആക്കിയിട്ടുള്ളതാണ്. നമ്മളമായിട്ട് നല്ലോണം ഗ്രേവി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു തായ് ഫുഡ് കഴിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാം, നമുക്ക് വയറിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു സ്മൂത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കുറേ ഇങ്ങനെ ഓരോരോ വെറൈറ്റി ഫുഡെല്ലാം ഇങ്ങനെ കഴിച്ചിട്ട് വരുമ്പോൾ ഏടുന്നായാലും കേട്ടോ, കഴിച്ചിട്ട് വരുമ്പം ലാസ്റ്റ് എന്തോ ആന്നിട്ടോ വയറിനെല്ലാം. പക്ഷേ ഈ ഒരു കൂടുതൽ മസാലകളും ഒന്നുമില്ലാത്ത ഫുഡ് കഴിക്കുമ്പം അത് നമ്മൾ കഴിച്ചതേ അറിയില്ല കേട്ടോ. നമുക്ക് രാത്രി വയറിന് ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും വരുന്നില്ല. പിന്നെ നമ്മളെ നാട്ടിലത്തെ പോലെ അപ്പങ്ങളൊന്നുമില്ല, ഒരു സ്റ്റിക്കി റൈസാണ് കേട്ടോ അവരത് ഉണ്ടാവൽ. എല്ലാത്തിനും ആ ഒരു റൈസ് ഉണ്ടാവും, പക്ഷേ ഒരു വെറൈറ്റി അത്ര തന്നെ കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ തെൻസിലിച്ച. ഇത് ഉമ്മാൻ്റെ ബ്രദറിൻ്റെ ഒരു മോനാണ്. അപ്പോൾ അവരിപ്പം ഷാർജയിലാണ്. ആദ്യം ഒമാനിലായിരുന്നു കേട്ടോ, മസ്കത്തിലായിരുന്നു. അപ്പോൾ അന്ന് ഞാനൊരിക്കൽ നമ്മൾ സലാല പോകുന്ന ടൈമിൽ ഞാൻ ഇവരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, റൂമിലേക്ക്. അന്ന് ഞാനൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെയാണ് ഷാർജയിലാണ് ജോബ്. അപ്പം അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി നല്ല പൊൽസായിട്ടുണ്ട്, നല്ല രസമായിരുന്നു മാഷാ അല്ലാ. അപ്പോൾ അതിൻ്റെ കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ആ ഒരു വൈബ് വേറെ തന്നെ എന്നിട്ടാ. നമ്മൾ ഫുള്ള് വൈബാക്കും. അങ്ങനെ ഒന്നുമില്ല, കുറച്ച് പ്രായമായവർ വേറെ അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും ഒരേപോലെ വൈബാക്കും. ചിരിയടി
നല്ല മജ ആക്കിനിട്ടാ എല്ലാവരും ഭയങ്കര എൻജോയ് ആക്കിനും. അങ്ങനെ അതാ വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ കാറിൽ നിന്ന് കുറച്ച് പാട്ടെല്ലാം ഇട്ടിട്ട് നമ്മളെല്ലാവരും കൂടെ ഭയങ്കര എൻജോയ് ആക്കിയിട്ടുണ്ടായിന്. അവിടെ നിന്ന് തന്നെ നല്ലോണം എൻജോയ് ആക്കിനിട്ടാ. പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് ലേറ്റ് ആയിനിട്ടാ ഉറങ്ങാൻ. പിന്നെ റൂമിലേക്ക് എത്തിയാൽ ആരും കുറേ സംസാരിച്ച് പിന്നെ പുറത്ത് പോയി ചായ കുടിച്ച് വന്ന് അങ്ങനെ കുറേ വൈബാക്കി. പിന്നെ എല്ലാവരും ഉറങ്ങി, ലേറ്റായിന്, സുബിയായിന് ഉറങ്ങാൻ. അങ്ങനെ പിന്നെ എന്തായാലും പിന്നെ എന്തിപ്പാ ഉച്ചക്കൊക്കെ ഫുഡ് മതി, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടാലോ. എന്തായാലും ഉച്ചയാവും എല്ലാവരും എണീക്കാൻ. ഒരു 11 മണി 11:30 12 ആ ഒരു ടൈമിലാട്ടോ എല്ലാവരും എണീച്ചത്. ഞാൻ പിന്നെ രാവിലെ തന്നെ കിടക്കുമ്പോഴല്ലേ സുബിയാഹിനല്ലേ കിടക്കുമ്പോൾ അപ്പം തന്നെ ഞാൻ പുറത്ത് വെച്ചിട്ടാ മട്ടന് ഫ്രീസറിൽ വെച്ചിനല്ലോ വേവിച്ചത്. പിന്നെ ചിക്കന് മസാല തേച്ച് വെച്ച് അതെല്ലാം പുറത്ത് വെച്ചിട്ട് കിടന്നത്. പിന്നെ ഒരു 10 മണിയായപ്പം ഇതാ ഞാൻ എണീച്ചിട്ട് പിന്നെ ഞാൻ വല്ല സൗണ്ടാക്കാതെ ഫുഡാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഡിസ്റ്റർബ് ആകണ്ടെന്ന് വിചാരിച്ചിട്ട് ഡോറെല്ലാം അടച്ചിട്ട് വെള്ള കിച്ചണിൽ നിന്നിട്ട് മട്ടൻ മന്തി, പിന്നെ ഓൾക്ക് കൂന്തൾ നിറച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കാലിക്കറ്റ് കിട്ടുന്നില്ലേ ബീച്ചിൽ ഒരു കൂന്തൾ നിറച്ചത്. അപ്പോൾ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം അതെന്തായാലും റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നേ. അപ്പം കൂന്തളും കൊടുന്ന് വെച്ചിന്. അപ്പോൾ അതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിപ്പാ ചെമ്മീൻ്റെ ബിരിയാണി ആക്കി. പിന്നെ ബാക്കിയുള്ളവർക്ക് മന്തി, ചിക്കൻ ഫ്രൈ അങ്ങനെ ആക്കി. പിന്നെ പുഡിങ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 തരം പുഡിങ് ആക്കാമെന്ന് വിചാരിച്ചത് 1 തരം ആക്കിയിട്ടുണ്ടായിരുന്നു. അഫ്നുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ പുഡിങ്. ആദ്യം തന്നെ അഫ്നു പറഞ്ഞിന് സൽമാ നിൻ്റെ പുഡിങ് എനിക്ക് വേണമെന്ന്. അപ്പം ഓൾക്ക് നല്ലോണം ബേജാറായിന് കേട്ടോ. ഞാൻ പുഡിങ് ഒന്നും ആക്കിയിട്ടില്ല, പുറത്താണ് പാർട്ടി ആക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നല്ലോണം ബേജാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളറിയാതെ തന്നെ ആൾക്ക് സർപ്രൈസ് കൊടുത്ത് പുഡിങ് ആക്കിയിട്ട് വില വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കലാന്ന് ഉച്ചക്കത്തെ. പിന്നെ എന്താ പറയുക, നമ്മൾ പുറത്തെല്ലാം പോയി പുറത്തെല്ലാം പോയി കുറച്ചും കൂടെ ബീച്ചിലും അവിടെ ഇവിടെ എല്ലാം പോയി എൻജോയ് ആക്കി. എല്ലാവരുടെ വീട്ടിലേക്കും പോയി. പിന്നെ പിറ്റേന്ന് ഡ്യൂട്ടിയല്ലേ. അങ്ങനെ അൽഹംദുലില്ലാ നല്ല രസമായി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടിപൊളി വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരട്ടാ ഇൻഷാ അല്ലാഹ്. അപ്പം ഓക്കെ ബൈ, താങ്ക് യു. പിന്നെ പുഡിങ്ങിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടെ, ഞാൻ ഷെയർ ആക്കാം. പിന്നെ കൂന്തൽ നിറച്ചിൻ്റെ റെസിപ്പിയും ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ കണ്ടപ്പം അങ്ങനെ അതേപോലെ ഉണ്ടാക്കിയിട്ട് നോക്കിയതാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പം വേണമെന്നുണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ ഷെയർ ആക്കാം. അപ്പം ഓക്കെ ബൈ, താങ്ക് യു.